വലുത് എയും മറ്റത് ബി. ആ സി ഇത് ബി. സിയും എയും കിട്ടി. ഇത് ഇത് ബി, ഇത് സി. എടുത്തില്ലേ ഏകദേശം നമ്മുടെ ഈ മാപ്രാണോ ഹോളി ക്രോസ് പള്ളിയിൽ വെള്ളിയാഴ്ച ആചരണം വളരെ പ്രസിദ്ധമാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10:30 ആഘോഷമായ പാട്ടുകുർബാന, വചനപ്രഘോഷണം, നൊവേന, പിന്നെ ഊട്ടുനേർച്ച. സാധാരണ വെള്ളിയാഴ്ചകളിൽ ഊട്ടുനേർച്ച എന്ന് പറഞ്ഞാൽ അത് കഞ്ഞിയാണ്. മാസാദി വെള്ളിയാഴ്ചകളിൽ സ്വല്പം കൂടെ വ്യത്യാസമുണ്ട്. രാവിലെ 9:30 കുർബാന, വചനപ്രഘോഷണം, പിന്നെ ഒരു ആരാധന, കുരിശിൻ്റെ നൊവേന, തുടർന്ന് ഊട്ടുനേർച്ച. ഇന്ന് മാസാദി വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ 9:30 ആയിരുന്നു കുർബാന ആരംഭിച്ചത്. കുർബാന ഞാനാണ് അർപ്പിച്ചത്. അതിനുശേഷം വചനപ്രഘോഷണത്തിന് നമ്മുടെ രൂപത വികാരി ജനറൽ മോൺസിൽ വിൻസെൻ്റ് ആലപ്പാട്ടച്ചൻ വന്നു. അതിനെ തുടർന്ന് കുർബാന കഴിഞ്ഞ ഉടനെ നൊവേന ഉണ്ടായിരുന്നു, അതും ഞാൻ തന്നെയാണ് ചെയ്തത്. അതിനെ തുടർന്ന് ആരാധന ഞാൻ നടത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആൾക്കാരോട് പറഞ്ഞു, ഇന്ന് ഊട്ടുനേർച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പള്ളി കോമ്പൗണ്ടിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ഈ തിരിശേഷിപ്പുകൾ നമ്മുടെ പള്ളിയിലെ ഏതെങ്കിലും തരത്തിൽ പള്ളി കോമ്പൗണ്ടിലോ പരിസരത്തുള്ള പറമ്പുകളിലോ ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം. അതിൻ്റെ വെളിച്ചത്തിൽ ഭക്ഷണം കഴിഞ്ഞവർ പള്ളിയിലേക്ക് വരികയും ഈ പള്ളിപ്പറമ്പ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് പോലീസ് ഉൾപ്പെടെയുള്ളവർ ഈ പള്ളിയുടെ സിമിത്തേരിയുടെ ഈ ഭാഗം ഇപ്പോൾ നമ്മൾ കണ്ടുകെട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഈ സാധനങ്ങൾ കിടന്നിരുന്ന ഭാഗമൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇന്നലെ നോക്കി, മിനിയാന്ന് നോക്കി. പള്ളിയുടെ വടക്കുവശം മാത്രമേ നമ്മൾ നോക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്, നോക്കുന്നതിനിടയിൽ നമ്മുടെ കുട്ടികളാരോ ശ്രദ്ധയിൽപ്പെട്ടു. വന്ന് നോക്കിയപ്പോൾ കുരിശ്, നമ്മുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരുന്നതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന കുരിശ്, തിരുശേഷിപ്പ് സൂക്ഷിച്ചിരുന്ന 3 അരുളിക്കകളിൽ 2 അരുളിക്കയുടെ സ്റ്റാൻഡ് മാത്രം കിട്ടി. അരുളിക്ക എന്ന് പറയുന്ന ആ പ്രധാന ഭാഗം കിട്ടിയില്ല. അതിനകത്താണ് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു അരുളിക്കയുടെ ഏറ്റവും അടിഭാഗവും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡും പ്രധാനപ്പെട്ട ആ ഷീൽഡ് പോലെയുള്ള അരുളിക്ക എന്ന് പറയുന്നതും നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. എത്ര മണിക്കാണ് ഇത് കണ്ടത്? ഇത് നമ്മൾ കണ്ടത് ഏകദേശം 12:45, 12:45 1 മണിക്ക് ഇടയ്ക്കാണ്. കാരണം ഇന്ന് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞത് 12:30 മണിക്കാണ്. അപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്നേഹാഞ്ജലി കോൾ എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 150 മീറ്റർ അകലെയാണ്. അവിടെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞവർ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇനി ഞാൻ വരാനോ അത് പ്രത്യേകമായി പറയാനോ നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ചെന്നൂർ സെർച്ച് ചെയ്തോളാൻ പറഞ്ഞിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് അവരെല്ലാവരും നോക്കിയത്. ഫോറൻസിക് വിഭാഗവും എല്ലാം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിഭാഗവും എല്ലാവരും വന്നു. പോലീസ് നായപ്പോൾ വന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിപ്പോൾ അതിൻ്റെ ഫിംഗർ പ്രിന്റ് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ കണ്ടെത്തിയതിൻ്റെ തൊട്ടടുത്ത് ഒരു കമ്പിപ്പാര കണ്ടു. കൂട്ടത്തിൽ തൊട്ടപ്പുറത്ത് മാറി ഈ അരുളിക്കയിൽ നമ്മൾ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്നത് ഒരു ചെറിയ കവചത്തിലാണ്. അത് വെക്കുന്നത് പഞ്ഞിയുടെ സപ്പോർട്ട്, പഞ്ഞിയാണ് അതിന് ചുറ്റും വെക്കുക. പഞ്ഞിയുടെ സപ്പോർട്ടോടുകൂടിയാണ് അത് നമ്മൾ അടച്ചിങ്ങനെ വെക്കുക. കുറച്ച് പഞ്ഞിയും നമുക്ക് ഇതിൻ്റെ അടുത്ത് കിടന്ന് കിട്ടിയിട്ടുണ്ട്. അതും ഇവർ പരിശോധനയ്ക്കായിട്ട് എടുത്തിരിക്കുന്നു. എൻ്റെ സംശയം ആ പഞ്ഞി ഈ അരുളിക്കയുടെ ഉള്ളിൽ തിരുശേഷിപ്പിനോട് ചേർന്ന് ഇരുന്ന പഞ്ഞി തന്നെയാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. കാരണം അവിടെ മറ്റ് പഞ്ഞികൾ വരേണ്ട ഒരു സാധ്യതയില്ലാത്തൊരു ഏരിയയിലാണ് കിടക്കുന്നത്. എന്നാലും ഇപ്പോഴും നമുക്ക് പ്രധാനപ്പെട്ട തിരുശേഷിപ്പുകൾ 3 നമുക്ക് കിട്ടിയിട്ടില്ല. അത് നഷ്ടമായിരിക്കുക തന്നെയാണ്. ഇപ്പൊ കണ്ട പഞ്ഞിയിൽ യാതൊന്നും ഇല്ല എന്നുള്ളത് ഇപ്പൊ അവര് എടുത്തപ്പോൾ എന്നെ കാണിച്ചു തന്നു. അതിനകത്തൊന്നുമില്ല. പഞ്ഞി ഇങ്ങനെ ഇച്ചിരി നനവോട് കൂടിയാണ് നമ്മൾ കണ്ടത്. വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഉള്ളിലത്തെ പേടകത്തിലാകാൻ സാധ്യതയില്ല. ചുറ്റും വെച്ചിരിക്കുന്നതിലാണ് വെച്ചിരിക്കുന്ന പഞ്ഞിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.